ലോകത്തിലാകെ പ്രത്യാശയും പ്രതീക്ഷയും നൽകിക്കൊണ്ട് ദൈവപുത്രൻ ഭൂമിയിൽ ഓർമ്മ പുതുക്കലാണ് ക്രിസ്മസ്. ഇന്ന് നാം എല്ലാവരും ഈ സുദിനത്തിൽ ഇവിടെ ആയിരിക്കുമ്പോൾ അന്ന് മാലാഖമാർ പറഞ്ഞു വെച്ചതുപോലെ അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം, ഭൂമിയിൽ സന്മനസ്സുള്ളവർക്ക് സമാധാനം എന്ന് അന്ന് മാലാഖമാർ പറഞ്ഞു വയ്ക്കുമ്പോൾ അതിന് പിന്നിൽ വ്യക്തമായ ഒരു ആശയമുണ്ടായിരുന്നു. മനസ്സിനെ എന്നും നിർമ്മലമാക്കി വയ്ക്കുവാൻ, അതിലൂടെ ദൈവം പകർന്നു നൽകുന്ന സമാധാനത്തിലേക്ക് എത്തിച്ചേരുവാൻ ക്രിസ്മസ് എന്നും എപ്പോഴും നമ്മെ ആഹ്വാനം ചെയ്യുന്നു. ഈ സുദിനത്തിൽ നിങ്ങൾക്ക് ഏവർക്കും ബെഡ്ഫോർഡിലെയും മാസ്റ്റർ മോട്ടലിലെയും എല്ലാ കുടുംബാംഗങ്ങളുടെയും പേരിൽ ഈ പരിപാടികളിലേക്ക് നിങ്ങളെ സഹർഷം സ്വാഗതം ചെയ്യുന്നുണ്ട്. ഏവർക്കും ക്രിസ്മസിന്റെയും പുതുവത്സരത്തിന്റെയും 1000 ആശംസകൾ നേർന്നുകൊണ്ട് ഒരിക്കൽ കൂടി നിങ്ങളെ ഏവരെയും ഈ പരിപാടികളിലേക്ക് സ്വാഗതം ചെയ്യുന്നു. Of the Bedford and Marston Merchant people, we all welcome you a very wonderful and joyous Christmas function. Thank you. കൃപ നിറഞ്ഞവളെ സുസ്തി, കർത്താവ് നിന്നോടുകൂടെ. മറിയമേ, നീ ഭയപ്പെടേണ്ട, സന്നിധിയിൽ നീ കൃപ കണ്ടെത്തിയിരിക്കുന്നു. നീ ഗർഭം ധരിച്ച് ഒരു പുത്രനെ പ്രസവിക്കും. നീ അവന് യേശു എന്ന് പേരിടണം. അവൻ വലിയവൻ ആയിരിക്കും, അത്യുന്നതന്റെ പുത്രൻ എന്ന് വിളിക്കപ്പെടും. അവന്റെ പിതാവായ ദാവീദിന്റെ സിംഹാസനം ദൈവമായ കർത്താവ് അവന് കൊടുക്കും. യാക്കോബിന്റെ ഭവനത്തിന്മേൽ അവൻ എന്നേക്കും ഭരണം നടത്തും. ഇതെങ്ങനെ സംഭവിക്കും? ഞാൻ പുരുഷനെ അറിയുന്നില്ലല്ലോ. പരിശുദ്ധാത്മാവിന്റെ മേൽ വരും, അത്യുന്നതന്റെ ശക്തിന്റെ മേൽ ആവസിക്കും. ആകയാൽ ജനിക്കുവാൻ പോകുന്ന ശിശു പരിശുദ്ധൻ, ദൈവപുത്രൻ എന്ന് വിളിക്കപ്പെടും. ഇതാ കർത്താവിന്റെ ദാസി, നിന്റെ വാക്ക് എന്നിൽ നിറവേറട്ടെ. ദാവീദിന്റെ പുത്രനായ ജോസഫ് മറിയത്തെ ഭാര്യയായി സ്വീകരിക്കുവാൻ ശ്രദ്ധിക്കേണ്ട. അവൾ ഗർഭം ധരിച്ചിരിക്കുന്നത് പരിശുദ്ധാത്മാവിനാലാണ്. അവൾ ഒരു പുത്രനെ പ്രസവിക്കും. നീ അവന് യേശു എന്ന് പേരിടണം. ഭയപ്പെടേണ്ട, ഇതാ സകല ജനത്തിനും വേണ്ടിയുള്ള വലിയ സന്തോഷ വാർത്ത ഞാൻ നിങ്ങളെ അറിയിക്കുന്നു. ബെത്ലഹേമിൽ നിങ്ങൾക്കായി ഒരു രക്ഷകൻ പിറന്നിരിക്കും. പിള്ള കച്ച കൊണ്ട് പൊതിഞ്ഞ് പുൽത്തട്ടിയിൽ കിടത്തിയിരിക്കുന്ന ഒരു ശിശുവിനെ നിങ്ങൾ കാണും. ബെത്ലഹേമിൽ യേശു ജനിച്ചപ്പോൾ പൗരസ്ത്യദേശത്തു നിന്ന് ജ്ഞാനികൾ ജെറുസലേമിലെത്തി. അവർ അന്വേഷിച്ചു, എവിടെയാണ് യഹൂദരുടെ രാജാവായി ജനിച്ചവൻ? ഞങ്ങൾ കിഴക്കൻ നക്ഷത്രം കണ്ട് അവനെ ആരാധിക്കുവാൻ വന്നിരിക്കുകയാണ്. ഇത് കേട്ട് ഹെറോദോസ് രാജാവ് അസ്വസ്ഥനായി. ഹെറോദോസ് അവരോട് പറഞ്ഞു, ഞാനും സൂക്ഷ്മമായി അന്വേഷിക്കുക, ഞാനും അവനെ ചെന്ന് ആരാധിക്കുന്നതിനെ എന്നെയും അറിയിക്കുക. കിഴക്ക് നിന്ന് 3 ജ്ഞാനികൾ അവരെ കാണുവാനെത്തി. ഉണ്ണിയേശുവിനെയും മാതാവിനെയും ഔസേപ്പിതാവിനെയും.